കാരുണ്യത്തിന്റെ ന്യായാധിപ അങ്ങേക്കു വിട. ലോകത്തിന് പകർന്നു നൽകിയ നീതിപീഠത്തിലെ മാതൃകാ പുരുഷൻ ഫ്രാങ്ക് കാപ്രിയോ വിടവാങ്ങിയിരിക്കുന്നു. ലോകം മുഴുവൻ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്നതാണ് അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങൾ. US-ലെ റോഡ് ഐലൻഡിലെ ഫെഡറൽ ഹിൽ ദേശത്ത് 1936 ഇറ്റാലിയൻ അമേരിക്കൻ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അധ്യാപക ജീവിതത്തിലൂടെ കരിയർ ആരംഭിച്ച അദ്ദേഹം പിന്നീട് നിയമബിരുദം നേടി. 1985 മുതൽ 2023 വരെ അദ്ദേഹം സ്വമേധയാ വിരമിക്കുന്നതുവരെ പ്രോവിഡൻസിലെ മുനിസിപ്പൽ കോടതിയിലെ മുഖ്യ ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു. പഴം പാൽ കച്ചവടക്കാരനായ കാപ്രിയോയുടെ പിതാവ് ആന്റോണി കാപ്രിയോയും മാതാവ് ഫിലോമിനയും മകനിൽ ചൊരിഞ്ഞ കാരുണ്യബോധമാണ് കാപ്രിയോയെ നീതിപീഠത്തിലെ മാതൃകാ പുരുഷനാക്കിയത്. തന്റെ അമ്മയുടെ നാമധേയത്തിൽ ഫിലോമിന ഫണ്ട് സ്വരൂപിക്കുകയും അത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയും ചെയ്തു. കേസുകൾ വ്യത്യസ്തമായി കൈകാര്യം ചെയ്തതിലൂടെ അദ്ദേഹത്തിന്റെ ന്യായാധിപ ജീവിതം ന്യായാധിപന്മാർക്ക് ഒരു മാതൃക തന്നെയായി. അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ പ്രവർത്തനങ്ങൾ കട്ട് ഇൻ പ്രോവിഡൻസ് എന്ന നാമധേയത്തിൽ ടെലിവിഷനുകളിലൂടെ ജനകോടികളുടെ ഹൃദയം കവർന്നു. കോടതിയിലെ സഹാനുഭൂതിയിലൂടെയാണ് ന്യായാധിപൻ എന്ന നിലയിൽ അദ്ദേഹം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടത്. രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ അവരുടെ കുട്ടികളെ തന്റെ ഇരിപ്പിടത്തിനടുത്ത് ഇരുത്തും. വാദപ്രതിവാദങ്ങൾ ശക്തിയാർജിക്കുമ്പോൾ തന്റെ രൂപത്തിലുള്ള പാവയെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉയർത്തിക്കാട്ടി അദ്ദേഹം പറയും, വിധി ഇവൻ പറയുമെന്ന്. ഇത് നീതി പ്രഖ്യാപിക്കുന്നതിലെ ഹൃദയാത്മകതയുടെ പ്രതീകമായി. അദ്ദേഹത്തിന്റെ ഇത്തരം രീതികൾ കോടതി മുറിയിൽ നർമ്മവും വിതറിയിരുന്നു. കേസിലകപ്പെട്ട വ്യക്തികളുടെ കുടുംബവും വ്യക്തിജീവിതവും തകരാതെ എങ്ങനെ നീതി നടപ്പാക്കാമെന്ന് ലോകത്തിന് കാണിച്ചു തന്ന ന്യായാധിപനായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പാതകം കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. നീതി നടപ്പാക്കുമ്പോൾ കാരുണ്യത്തിന് പ്രാമുഖ്യം കൊടുത്ത നീതിമാനായ ന്യായാധിപ അങ്ങേക്കു വിട.